സജിലേക്കുള്ള യാത്രയിലാണ്. രാവിലെ തന്നെ നമ്മൾ കക്കനാല ടെമ്പിളിൽ കൂടെ സജിലേക്ക് മൂവ് ചെയ്തു. പോകുന്നതിന് ശരിക്കും രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. മെയിൻ ഉദ്ദേശം നമ്പർ 1 ഒന്ന് കുളിക്കണം. രണ്ടാമത്തെ ഉദ്ദേശം അജാസ് ബ്രോക്കി സിഡ്ഡു എന്ന ലോക്കൽ ഹിമാചലി ഡിഷ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പോകുന്ന വഴിയിൽ അവിചാരിതമായിട്ട് നമുക്കൊരു ചീവീടിനെ കൂടെ കിട്ടിയിട്ടു. ഞാൻ ലൈവായിട്ട് ഇന്നുവരെ ഒരു ചീവീടിനെ കണ്ടിട്ടുമില്ല, തൊട്ടിട്ടുമില്ല. ഫസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി നമുക്ക് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗ്രീനിഷ് കളറുമേ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ അടിച്ചിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വൃത്തികെട്ട ജീവി. നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഒന്ന് സജ്ജില കാണാനായിട്ട്. നമ്മൾ കുളിക്കാനായിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുക ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുളി പാസ്സാക്കി. അതിന് ശേഷമായിരുന്നു ബാക്കി എല്ലാ പരിപാടിയും. വെള്ളത്തിന് നല്ല തണുപ്പാണ്. സജില സൈഡൊക്കെ ഇപ്പോഴാണ് നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ. ഹിമാചലിൽ ഏത് റിവറിലായാലും ഈ ജൂൺ ജൂലൈ ടു സെപ്റ്റംബർ വരെയൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ഹിമാചലി ഫേമസ് ഡിഷായ നമ്മുടെ സിഡ്ഡു നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ചട്നികൾ അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഈ സിഡ്ഡു കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇവിടുത്തെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നെയ്യ്, അതും ഉരുക്കി ഒഴിച്ച നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഈ സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. എന്ത് ടേസ്റ്റാണെന്നറിയും. ലൈഫിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ഈ സാധനം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഹിമാചലിൽ ഒരു സ്ഥലത്തും ഇത്ര ടേസ്റ്റിലും ഇത്ര ക്വാളിറ്റിയിലും നമുക്ക് ഈ സിഡ്ഡു കിട്ടില്ല കേട്ടോ. ഞാൻ ഗ്യാരണ്ടി പറയണം. ലോക്കൽ ഡിഷ് ആയതുകൊണ്ട് തന്നെ സിഡ്ഡു നമുക്ക് മണാലി, ഹിമാചലിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. പക്ഷേ ഇത്ര ക്വാളിറ്റിയിൽ, അതും ഇത്ര വെറൈറ്റി ടേസ്റ്റിലുള്ള ചട്നി വെച്ച് അതും നെയ്യിൽ നമുക്ക് മിക്സ് ചെയ്ത് തരുന്ന ആകെയുള്ളൊരു സ്പോട്ട് ഇതാണ് കേട്ടോ. അതുമാത്രമല്ല കേട്ടോ, നിങ്ങൾ ഹിമാചലിൽ ഏതൊരു ലോക്കൽ കഫേയിൽ കയറിയാലും നിങ്ങൾക്ക് കിട്ടുന്ന മെനു ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെയും അവൈലബിൾ ആണ് കേട്ടോ. 2023 ജൂണിൽ ഹിമാചലിൽ നല്ലൊരു ഫ്ലഡ് നടന്നിരുന്നു. ആ സമയത്ത് സജല വാട്ടർഫോൾ എന്ന് പറയത്തക്ക വിധം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തതും ഈ ഫാമിലി തന്നെയാണ് കേട്ടോ. സജല വാട്ടർഫോളിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇവരുടെ ഈ കൊച്ചു കഫേയും വരുന്നത്. ഇനിയൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മണാലിയിൽ ലേ റോഡ് അതുപോലെ റോത്താങ് പാസ് എല്ലാ പാസുകളും നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. മാക്സിമം നമുക്ക് ജൂലൈ ടൈമിലുള്ള ഈ ട്രാവലിംഗ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാം. കാരണം നല്ല രീതിയിൽ മഴ പെയ്യും, ലാൻഡ് സ്ലൈഡിങ്ങിലുള്ള ചാൻസുകളുണ്ട്. ട്രാവൽ സേഫ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത മണാലി അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക.